ഓക്കെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു ഇൻഡിവിജ്വൽ സീരീസിൽ നമ്മുടെ ഇക്വേഷൻ എന്താണ്? ആദ്യം അസെൻഡിങ് ഓർഡറിലാക്കുക, എന്നിട്ട് Q3 മൈനസ് Q1/2 ആണ്. അപ്പോൾ Q1 കാണേണ്ടത് എന്താണ്? n+1/4 ഐറ്റം ആണ്. n എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? അവിടെ എത്ര ഒബ്സർവേഷൻസ്, എത്ര വാല്യൂസ് ആണ് തന്നിട്ടുള്ളത്. ഓക്കെ. അതുപോലെ തന്നെ Q3 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ഇൻറ്റു Q1 അല്ലെങ്കിൽ 3 ഇൻറ്റു n+1/4 ഐറ്റം. അപ്പോൾ 3 ഇൻറ്റു n+1/4 ഐറ്റം നമ്മൾ ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഇക്വേഷനിൽ Q3 മൈനസ് Q1/2 ആണ്. 40 മൈനസ് 15/2 ദാറ്റ് ഈസ് 25/2 ദാറ്റ് ഈസ് ഇക്വൽ ടു 12.5 എന്ന് കിട്ടും. ആൻഡ് നമ്മൾക്ക് ഇനി കാണേണ്ടത് കോഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ ആണ്. കോഫിഷ്യന്റ് അല്ലെങ്കിൽ റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷൻ അല്ലെങ്കിൽ ക്വാർട്ടൈൽ ഡീവിയേഷൻ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? Q3 മൈനസ് Q1 ബൈ Q3 പ്ലസ് Q1. അപ്പോൾ Q3 മൈനസ് Q1 എത്ര കിട്ടി? 40 മൈനസ് 15 ദാറ്റ് ഈസ് 12.5 കിട്ടി. ഡിവൈഡഡ് ബൈ Q3 എത്രയാണ്? 40 പ്ലസ് Q1 എത്രയാണ്? 15. 25/55. ഓക്കെ, അത് ഈക്വൽ ടു 0.454. ഇത് വളരെ ഈസിയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്വാർട്ടൈൽ ഡീവിയേഷൻ ഇൻഡിവിജ്വൽ സീരീസിൽ കാണുക. ആൻഡ് നമ്മളൊരു ഇക്വേഷൻ വേറൊരു എക്സാമ്പിളിലേക്ക് പോവുകയാണെങ്കിൽ, എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. 391, 384, 591, 407, 672, 522, 777, 733, 1490, 2488. അപ്പോൾ ഇവിടെ നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഇൻഡിവിജ്വൽ സീരീസ് ആണ്. അപ്പോൾ ആദ്യം നമ്മളിത് അസെൻഡിങ് ഓർഡറിലാണോ ഉള്ളത് നോക്കണം. അസെൻഡിങ് ഓർഡറിലല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതേപോലെ അസെൻഡിങ് ഓർഡറിലാക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു അസെൻഡിങ് ഓർഡറിൽ കിട്ടും. ആദ്യം ചെറുത്, പിന്നെ വലിയത്, ഏറ്റവും വലിയതായിട്ട്, അങ്ങനെ ഒരു ഓർഡറിൽ എഴുതുക. എന്നിട്ട് നമ്മൾ Q1 എന്ന് പറയുന്ന വാല്യൂ ഈ ഒരു കൂട്ടത്തിൽ എവിടെയാണ് ഉള്ളത്, ഏതാണ് നമ്മൾ Q1 എന്ന് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? n+1/4. അപ്പോൾ എത്രയാണ് എത്ര എണ്ണം ഉണ്ട്? 10 വാല്യൂസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ 10 + 1/4 ദാറ്റ് ഈസ് ഇക്വൽ ടു 2.75. അപ്പോൾ Q1 നമുക്ക് നേരത്തെ കിട്ടിയതുപോലെ 3ഓ 4ഓ അങ്ങനെയൊന്നുമല്ല കിട്ടിയത്, 2.75 ആണ് കിട്ടിയത്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആദ്യം സെക്കൻഡ് ഐറ്റം ആണ് അല്ല, ഈ 2.75 എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്കൻഡ് ഐറ്റം, അതുപോലെ തന്നെ തേർഡ് ഐറ്റം ഉള്ളിൽ വരുന്ന ഏതോ ഒരു വാല്യൂ ആണ്. അപ്പം നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം സെക്കൻഡ് ഐറ്റം എത്രയാണ്? 391 പ്ലസ് എന്താണ്? ബാക്കി എത്രയാണ് ഉള്ളത്? 0.75 ആണ്. അപ്പോൾ 0.75 ഇൻറ്റു നമ്മൾ സെക്കൻഡിനും തേർഡിനും ഇടയിലാണല്ലോ വരുന്നത്. അപ്പോൾ തേർഡ് ഐറ്റം എത്രയാണ്? 407, സെക്കൻഡ് ഐറ്റം 391. അപ്പോൾ 407 മൈനസ് 391. അപ്പോൾ നമ്മൾ ചെയ്തത് എന്താണ്? സെക്കൻഡ് ഐറ്റം പ്ലസ് എത്രയാണോ നിങ്ങളുടെ പോയിന്റിന് ശേഷം വരുന്ന വാല്യൂ എത്രയാണ്? 0.75 ഇൻറ്റു തേർഡ് ഐറ്റം മൈനസ് സെക്കൻഡ് ഐറ്റം. തേർഡ് ഐറ്റം എന്ന് പറയാൻ കാരണം എന്താണ്? 2.75 എന്ന് പറഞ്ഞാൽ 2.25 അല്ലേ? അതെന്ന് പറഞ്ഞാൽ ഒരു 2നും 3നും ഇടയിൽ വരുന്ന വാല്യൂ ആണ്. അപ്പോൾ 0.75 ഇൻറ്റു തേർഡ് ഐറ്റം മൈനസ് സെക്കൻഡ് ഐറ്റം. അപ്പോൾ നമുക്ക് അത് 403 എന്ന് കിട്ടും ഇത് ചെയ്തു വന്നാൽ. ഓക്കെ. ആൻഡ് നമ്മൾ Q3 കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 3 ഇൻറ്റു n+1/4 ഐറ്റം ദാറ്റ് ഈസ് 3 ഇൻറ്റു നേരത്തെ കിട്ടിയത് എത്രയാണ്? n+1/4. ഇവിടെ നോക്കിയേ, n+1/4 നമുക്ക് 2.75 എന്ന് കിട്ടി. അപ്പോൾ 3 ഇൻറ്റു 2.75 ദാറ്റ് ഈസ് ഇക്വൽ ടു 8.25. അപ്പം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആദ്യം ഇവിടെ സെക്കൻഡ് ഐറ്റം എഴുതിയ പോലെ ഇവിടെ എത്രയാണ് എഴുതേണ്ടത്? എട്ടാമത് വരുന്ന വാല്യൂ. അപ്പോൾ എട്ടാമത് വരുന്ന വാല്യൂ എത്രയാണ്? 777 അല്ലെങ്കിൽ 777 ആണ്. അത് ആദ്യം എഴുതുക. പ്ലസ് എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ഈ പോയിന്റിന് ശേഷം എത്രയാണ്? 0.25. അത് ആദ്യം എഴുതുക. എന്നിട്ട് ബ്രാക്കറ്റിൽ എന്തോ ഇട്ട് കൊടുക്കുക? 8.25 എന്ന് പറഞ്ഞാൽ 8നും 9നും ഇടയിലാണ് ഈ വാല്യൂ വരുന്നത്. അപ്പോൾ 9th ഐറ്റം മൈനസ് 8th ഐറ്റം ദാറ്റ് ഈസ് 1490 മൈനസ് 777. ആ വാല്യൂ ആദ്യം എന്ത് ചെയ്യുക? 777 എഴുതുക പ്ലസ് 0.25 ഇൻറ്റു 1490 മൈനസ് 777. അപ്പോൾ ഈ വാല്യൂ എത്രയാണ് നോക്കുക? ആദ്യം മൈനസ് ചെയ്യുക. എന്നിട്ട് ഈ വാല്യൂ നിങ്ങൾക്ക് കിട്ടിയ വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യുക? 0.25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ. എന്നിട്ടൊരു വാല്യൂ കിട്ടുമല്ലോ,
അത് ഈ 777നോട് ആഡ് ചെയ്യുക. അങ്ങനെ നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടും. അപ്പോൾ Q1 ഇത്ര കിട്ടി, Q3 ഇത്ര കിട്ടി. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ ക്വാർട്ടൈൽ ഡീവിയേഷൻ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ക്വാർട്ടൈൽ ഡീവിയേഷൻ കാണാനുള്ള ഇക്വേഷൻ Q3 മൈനസ് Q1 ബൈ 2. അപ്പോൾ Q3 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടിയിട്ടുണ്ട്? 9555.25 മൈനസ് Q1 എത്ര കിട്ടിയിട്ടുണ്ട്? ദാറ്റ് ഈസ് ഈക്വൽ ടു 403. അപ്പോൾ 955.25 മൈനസ് 403 ഓൾ ഡിവൈഡഡ് ബൈ 2. അത് നമുക്ക് ചെയ്ത് വരുമ്പോൾ 276.125 എന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ ക്വാർട്ടൈൽ ഡീവിയേഷൻ കണ്ടുപിടിച്ചു. ഓക്കെ. നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. 23, 25, 8, 10, 9, 29, 45, 85, 10, 16, 24. അപ്പോൾ ഈ ഒരു ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ക്വാർട്ടൈൽ ഡീവിയേഷൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഇന്റർ ക്വാർട്ടൈൽ റേഞ്ചും അതുപോലെ തന്നെ കോഫിഷ്യന്റ് ഓഫ് QDയും കാണാനുണ്ട്. തന്നിട്ടുള്ളത് നമുക്ക് ഇൻഡിവിജ്വൽ സീരീസ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താണ്? അസെൻഡിങ് ഓർഡറിലാക്കണം. അപ്പോൾ നമ്മൾ അസെൻഡിങ് ഓർഡറിലാക്കി 8, 9, 10 അപ് ടു 85 വരെ എഴുതി. അപ്പോൾ നമ്മൾ ഇതിനകത്ത് n ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ n എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5 അങ്ങനെ 11 ഐറ്റംസ് തന്നിട്ടുണ്ട്. അപ്പോൾ n എന്ന് പറഞ്ഞാൽ 11 കിട്ടി. Q3 കാണാനുള്ള ഇക്വേഷൻ എന്താണ്? n+1/4 ഇൻറ്റു 3 അല്ലെങ്കിൽ തേർഡ് ഐറ്റം, അല്ലെങ്കിൽ 3 ഇൻറ്റു n+1/4 ഐറ്റം ആണ്. Q1 കാണാനുള്ള ഇക്വേഷൻ ഇതാണ്, n+1/4 ഐറ്റം. അപ്പോൾ n ഇവിടെ തന്നിട്ടുണ്ട്, എത്രയാണ്? 11. 11+1/4 ദാറ്റ് ഈസ് ഈക്വൽ ടു 12/4 ഐറ്റം, ദാറ്റ് ഈസ് തേർഡ് ഐറ്റം. അപ്പോൾ ഈ അസെൻഡിങ് ഓർഡറിലാക്കിയ വാല്യൂ ആണ് നോക്കേണ്ടത്, ഇതല്ല കേട്ടോ. അപ്പോൾ മൂന്നാമത് വരുന്ന വാല്യൂ എത്രയാണ്? തേർഡ് ഐറ്റം എത്രയാണ്? 10 ആണ്. അപ്പോൾ Q3 എന്ന് പറയുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് എന്ത് വേണം? 3 ഇൻറ്റു 3, അതായത് 3 ഇൻറ്റു n+1/4 ഐറ്റം, ദാറ്റ് ഈസ് 3 ഇൻറ്റു ഉത്തരം എത്രയാണ്? 3 ആണ്. അപ്പോൾ 3 ഇൻറ്റു 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 9. അപ്പോൾ 3 ഇൻറ്റു Q1 ആണ്. അപ്പോൾ Q1 നമുക്ക് കിട്ടിയിട്ടുണ്ട് എത്രയാണ്? 3 ആണ്. അപ്പോൾ 3 ഇൻറ്റു 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 9. അപ്പോൾ 9th ഐറ്റം എവിടെയുണ്ട് നോക്കുക. 9th ഐറ്റം എന്ന് പറഞ്ഞാൽ 29 ആണ്. ക്വാർട്ടൈൽ ഡീവിയേഷൻ കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. എന്താണ്? അബ്സല്യൂട്ട് മെഷർ ഓഫ് ഡിസ്പേർഷൻ അല്ലെങ്കിൽ ക്വാർട്ടൈൽ മെഷർ ഓഫ് ഡിസ്പേർഷൻ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? Q3 മൈനസ് Q1 ബൈ 2. അപ്പോൾ 29 മൈനസ് 10 ഡിവൈഡഡ് ബൈ 2. അത് എത്ര വരും? 29 മൈനസ് 10 എന്ന് പറഞ്ഞാൽ 19/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 9.5 എന്ന് കിട്ടും. ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ദാറ്റ് ഈസ് Q3 മൈനസ് Q1 ആണ്. അപ്പോൾ എന്താണ്? Q3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 29 മൈനസ് 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 29 മൈനസ് 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 19 എന്ന് കിട്ടും. ഓക്കെ.